നമ്മൾ ഇതുപോലെ സംസാരിച്ചത് ബംഗാളിലെ മമതാ ബാനർജിയുടെ അതുപോലെ തന്നെ BJPയുടെ അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റാണ്. പക്ഷേ അതുകൂടാതെ ഒരു പക്ഷേ ഈ മത്സരം കടുത്തതാവുമെങ്കിൽ നേരിയ MLAമാരുടെ ഭൂരിപക്ഷം മാത്രമേ ഫ്ലോറിൽ ഉള്ളുവെങ്കിൽ നിർണായകമാകാവുന്ന പങ്കുവഹിക്കാൻ കഴിയുന്ന കക്ഷികളുണ്ട്. അതിലൊന്ന് AAP ആണ്, മറ്റൊന്ന് CPM ആണ്, അതുപോലെ ഫോർവേഡ് ബ്ലോക്ക്, CPI. ഇതൊക്കെ പണ്ട് നല്ല ശക്തമായ തരംഗങ്ങൾ അവിടെ സൃഷ്ടിച്ചിരുന്ന പാർട്ടികളാണ്. ആ പാർട്ടികളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കേൾക്കാറേ ഇല്ല. ഇപ്പോൾ മുഹമ്മദ് സലാമിൻ്റെ പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് എന്നുള്ളത് അദ്ദേഹം നല്ലൊരു പാർലമെൻറ്റേറിയൻ കൂടിയാണ്. അതിനപ്പുറമുള്ള ശബ്ദങ്ങളൊന്നും അവരെക്കുറിച്ച് വരുന്നില്ല. എന്താണ് അവരെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ സത്യങ്ങൾ? ഇപ്പോൾ BJPക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ വിജയപ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളിലൊന്ന് ഈ ലെഫ്റ്റ് പാർട്ടികളുടെ ഒരു പുനരുജ്ജീവനം വന്നിരിക്കുന്നു, ഒരു ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നൊരു ഇംപ്രഷൻ മൊത്തത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ അവർക്ക് സ്വാധീനമുള്ള പല മേഖലകളിലും പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ നേരിട്ട് പോയി കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഈ ചെറുപ്പക്കാർ SFI, DYFI വളരെ ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. പല കോളേജുകളും മമതയ്ക്കെതിരെ സമരം നടത്തുന്നതിൽ മുൻപന്തിയിലായിരുന്നു. അതെ, നഷ്ടപ്പെട്ട കോളേജുകളിൽ മുമ്പ് ഭരണം നഷ്ടപ്പെട്ട കോളേജുകളൊന്നൊന്നായിട്ട് അവർ ഇടയ്ക്ക് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാർ വരുന്നുണ്ട്. ആ ചെറുപ്പക്കാരെ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലേക്ക് അവർ കൊണ്ടുവന്ന് ഇപ്പോൾ കാൻഡിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 68 സീറ്റുകളിലോളം CPMൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അത് കൂടുതലും ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അവർ വളരെ വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിലും അവർ 4-5 സീറ്റെങ്കിലും ഇത്തവണ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അത്ര വലിയ സീരിയസ് ആയിട്ട് മീഡിയ എടുക്കുന്നില്ല. പക്ഷെ എന്നാലും അവർ വോട്ട് പുള്ളറായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ, നല്ല പേരുള്ള ചീത്തപ്പേരില്ലാത്ത എന്ന് പറയാൻ അർത്ഥം കാൻഡിഡേറ്റ്സ് വളരെ സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് ഈ കോളേജുകളിലും പൊതുവെ വിദ്യാഭ്യാസ രംഗത്തും TMCക്കെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ നിരന്തരം സമരം നടത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു വോട്ട് പ്രധാനമാണ്. അത് ഈ നമ്മുടെ ഭദ്രലോക എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, അധ്യാപകർ, അവിടുത്തെ ബുദ്ധിജീവികൾ, കലാകാരന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു അനുഭാവം കൂടിയിട്ടുണ്ട് കുറച്ച്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലും കോൺഗ്രസിലും വന്നിട്ടുണ്ട്. ഇപ്പം അവിടെ LDF ഇത്തവണ ഏതാണ്ട് 200ഓളം സീറ്റുകളിൽ കാൻഡിഡേറ്റ്സ് നിർത്തിയിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 192 ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ വന്നു. എനിക്ക് തോന്നുന്നു അത്രയുമുണ്ട്. അപ്പം അവരും ഈ മണ്ഡലങ്ങളിലൊരു പിടിക്കുന്ന വോട്ട് 2000, 3000, 5000 വെച്ചാണെങ്കിൽ പോലും അത് കൂടുതലും ബാധിക്കാൻ പോകുന്നത് TMCയാണ്. കാരണം BJP അല്ല അവർ കൂടുതൽ, TMC ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ ഭരണത്തിലെ അപാകതകളും അഴിമതിയും അക്രമവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരവിടെ സമരരംഗത്തുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോഴും അറ്റാക്ക് ചെയ്തത് മമതയാണ്, BJP അല്ല അവിടെ അറ്റാക്ക് ചെയ്തത്. കൂടുതൽ RG കൗർ കേസിലാണെങ്കിലും സന്ദേശ് ഗാലി കേസിലാണെങ്കിലും അതടക്കമുള്ള ആളുകൾ, പിന്നെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പിന്നെ ഒരു നേതാവിനെ തന്നെ അവിടെ TMCക്കാർ കൊലപ്പെടുത്തിയ സംഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. വെടിവെപ്പിൽ ഒരു CPMകാരനും കൊല്ലപ്പെട്ടിരുന്നു, RG കൗർ കേസിൽ. അതെ, വെടിവെപ്പിൽ മരിച്ചവരിൽ ഒരാൾ ഒരു CPMകാരനായിരുന്നു. അപ്പം ഈ TMC അവിടെ BJPക്കാർക്കെതിരായിട്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരെയും കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പം മമതയെ അറ്റാക്ക് ചെയ്തിട്ടാണ്, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മമതയെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്ന് പ്രസംഗങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. AAP മാത്രമേ ഉള്ളൂ ഇപ്പോൾ മമതയ്ക്ക് തുണയായിട്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷിയായി. അത് പറയാനും പറ്റില്ലത്. ഒരു തമാശ അതിപ്പം പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം AAP ഉപ്പുവെച്ച കലം പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാതെ ബംഗാളിലേക്ക് പോയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. 7 MP ഒറ്റയടിക്ക് തന്നെ BJPയിലേക്ക് പോയി. പഞ്ചാബിൽ പടലയോടുകൂടി MLAമാർ BJPയിലേക്ക് അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പം അവിടെ കൊടുക്കുന്നൊരു മെസ്സേജ്, കെജ്രിവാൾ അവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ചാനലുകളിൽ ഞാൻ കണ്ടു, ഒരു പഴയ കോൺഫിഡൻസും വീര്യവും ഒന്നുമില്ല. കാരണം അവിടെ ഇങ്ങനെ കാറ്റുപോയിരിക്കുകയാണല്ലോ. ഈ
ഡൽഹിയിലും പഞ്ചാബിലും അവർ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ വന്നൊരു ഒരു ഒരു ധാർമ്മികമായ ഒരു പിന്തുണ നൽകാനുള്ള ഒരു ധൈര്യം ഇല്ല. മാത്രമല്ല അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ ഇതൊരു പരിഹാസപാത്രമായിട്ട് AIP മുഴുവൻ BJP-യിലോട്ട് പോകുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് BJP-ക്കെതിരെ പുള്ളി സംസാരിക്കുകയും TMCയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഇത് നേരെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പം അരവിന്ദ് കെജ്രിവാൾ വന്ന് ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ ഒരു കണക്കിന് അത് തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവിടെയും പ്രസംഗിക്കുന്നത്. മമത പ്രസംഗിക്കുന്നതാകട്ടെ ഞാൻ ഡൽഹിയിൽ പോയി കേന്ദ്രം പിടിച്ചെടുക്കും എന്നാണ് പ്രസംഗിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും വിറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു പ്രസംഗം നടത്താം. അങ്ങനെ ഒരു വളരെ ഒരു ഹിസ്റ്ററിയോണിക്സ് ആണ്, വെറും അങ്ങനെ ഒരു തരം ഹിസ്റ്റീരിയ ബാധിച്ച പോലെയാണ് സംസാരം. അതെ, അത് ഈ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നതിലുള്ള ഒരു പരിഭ്രമം അതിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഈ ഭദ്രാലോകിലെ വോട്ട്, നമ്മൾ അവിടെയാണല്ലോ പറഞ്ഞു വന്നത്, ഭദ്രാലോകിലെ വോട്ട് ഈ ഭരണവിരുദ്ധ വികാരം CPM-ന് അനുകൂലമാക്കുന്നുണ്ട്. CPM-നും കോൺഗ്രസിലും കുറേ വോട്ട്, വിജയപ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല പങ്ക് വോട്ട് നേരത്തെ TMCക്ക് പോയിരുന്നതിൽ നല്ലൊരു പങ്ക് വോട്ട് കോൺഗ്രസിനും LDF-നുമായിട്ട് പോവുകയാണെങ്കിൽ, കോൺഗ്രസിനും അവിടെ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള ആളുകളുടെ മണ്ഡലങ്ങളിൽ കുറച്ച് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോഴും വോട്ട് ശക്തമായ രംഗത്തുണ്ട് പഴയ ആളുകൾ. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിൽ വിജയപ്രതീക്ഷ അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്ന മുർഷിദാബാദ് അല്ലേ? മുർഷിദാബാദ് അധീർ രഞ്ജൻ. അതെ, അത് കഴിഞ്ഞു. പക്ഷേ അവിടെ അതല്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഈ കൽക്കട്ട നഗരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അധ്യാപക സംഘടനകൾ, ഈ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെയൊക്കെ ഗ്രൂപ്പുകൾ, അതിലൊക്കെ കുറച്ച് ചെറിയ ഒരു ഉണർവ് വന്നിട്ടുണ്ട് അവിടെ. പക്ഷെ അതൊന്നും ഒരു വിജയപ്രതീക്ഷയിലേക്ക് പോകുന്നതല്ല, അവർക്ക് തന്നെ വലിയ വിജയപ്രതീക്ഷയില്ല. അപ്പം ആ ഒരു പ്രചരണം വോട്ട് കുറയ്ക്കും. പക്ഷേ മമതാ ബാനർജിയുടെ വോട്ട് കുറയ്ക്കാനും BJPക്ക് ജയം നേടിക്കൊടുക്കാനും സാധിക്കും. അതുപോലെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് മജ്ലിസ് പാർട്ടി, അതുപോലെ തന്നെ ഹുമയൂൺ കബീറിൻ്റെ പുതുതായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട പാർട്ടി. ഇത് രണ്ടും ഗെയിം ചേഞ്ചറുകളായിട്ട് മാറാം ഒരു പക്ഷേ. കാരണം പല മണ്ഡലങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് 10,000-ൽ താഴെ വോട്ടുകൾക്കാണ് അല്ലേ? 10,000 വരെ വോട്ടുകൾ, 3000 മുതൽ 10,000 വ്യത്യാസത്തിനാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. 57 മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട്. 57 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളാണ് ഇപ്പോൾ BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും അവിടെ വരുന്ന ഈ 3 ഘടകങ്ങളാണ്. ഒന്ന് ഈ മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം, ഈ OIC ഹുമയൂൺ കബീർ ടീമിൻ്റെ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം വരുന്നുണ്ട്. മറ്റൊന്ന് ഈ ഭദ്രാലോകിൻ്റെ വോട്ട് പിന്നെ LDF-ലോട്ടും ലെഫ്റ്റ് പാർട്ടികളിലേക്കും കോൺഗ്രസിലേക്കും പോകുന്നു. TMCയിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ അതുപോലെ അവിടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നവർക്ക് പ്രതികൂലമായി വരുന്നൊരു ഘടകം ഈ അടുത്ത കാലത്ത് അവിടെ നടന്നിട്ടുള്ള ഈ സർവകലാശാലകളിലെ നിയമനങ്ങൾ, സർവകലാശാലകളിലെ അഴിമതികൾ വലിയ തോതിലാണ്. അതായത് ഈ കഴിഞ്ഞ ഗവർണർ മമതയുമായിട്ട് ഫൈറ്റ് ആരംഭിച്ചത് തന്നെ ഇതിൽ നിന്നാണ്. കാരണം അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ്സാണ് ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളും അധ്യാപക നിയമനങ്ങളും എന്ന് പറയുന്നത്. വലിയൊരു ബിസിനസ്സായിരുന്നു. അറിയാലോ, അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ജയിലിൽ കിടക്കുകയാണ്. അധ്യാപകരോട് കൈക്കൂലി വാങ്ങിച്ചതിന്റെ പേരിലുള്ള അറസ്റ്റുകൾ 3 മന്ത്രിമാര് ജയിലിലാക്കി കഴിഞ്ഞ ഗവർണർ ആനന്ദബോസ് സാർ ഗവർണറായതിനു ശേഷം 3 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാനും കേസെടുക്കാനുള്ള അനുമതി കൊടുത്തതിൽ കൂടെ അവർ ജയിലിലാകുന്ന സാഹചര്യം. അത്രയും മാത്രം പ്രകടമായ അഴിമതി. അത് ഈ ഭദ്രാലോകിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ 15 കൊല്ലം, ആദ്യത്തെ കൊല്ലം കുറച്ച് ന്യായീകരിച്ചു, അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ ഈ അഴിമതിയും അക്രമവും ഈ മൂല്യശോഷണവും വല്ലാതെ ഭയങ്കരമായിട്ട് അത് അവർ ഒഴിക്കുന്നത് ബംഗാളിൻ്റെ യശസ്സിനെ ബാധിക്കുന്ന, അസ്മിതയും ബാധിക്കുന്ന, അതായത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്ന, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നൊരു അഭിമാനമോ ദുരഭിമാനമോ ഉള്ള ആളുകളാണ്, അഹങ്കാരമോ ഉള്ളതാണ്. അത് അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രകടമാണ്. നമ്മളെല്ലാവരും സൂപ്പർ
ഈ നമ്മളൊക്കെ പറയുന്നത് പോലെ നമ്പർ 1 ആണ് എന്നൊരു ധാരണ അവരുടെ എല്ലാ ഭാഷയാണ് നമ്പർ 1. അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും നമുക്ക് പ്രകടമായി. തീർച്ചയായിട്ടും ഞാനവിടെ 3 കൊല്ലം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാം. എനിക്കൊരു ബംഗാളിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഭാഷ കഴിഞ്ഞ ഒരു ഭാഷയിൽ ഹിന്ദിയും തമിഴും എല്ലാം അതിന് താഴെ ശക്തമായിട്ട് വളരെ അഗ്രസീവായിട്ട് വാദിക്കുന്ന ആൾക്കാരാണ്. ഭാഷാഭിമാനം ഭയങ്കരമാണ്. ഇപ്പം മമത ഈ ഇലക്ഷനിലും BJPക്ക് എതിരെ എടുത്ത ഒരു പ്രധാന ആയുധം അതാണ്. ഭാഷ, ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കും, ബംഗാളി ഇതോടുകൂടി നശിക്കും എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് BJP എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പാർട്ടി, അവരിവിടെ വന്ന് നമ്മളെ പിടിച്ചടക്കാൻ വന്നിരിക്കുന്നതാണ്. ഇതാണ് അവർ ഈ സെന്റിമെന്റ്സ് ഇളക്കാൻ വേണ്ടി ചെയ്യുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ സംസ്കാരം ഈ പറഞ്ഞതുപോലെ ഈ BJP എന്ന് പറഞ്ഞാൽ സവർണരുടെ ഒരു പാർട്ടിയാണ്. അവരും വെജിറ്റേറിയൻസ് ആണ്. ഇവിടെ നമ്മൾ മീനും മുട്ടയും മാംസവും എല്ലാം നിരോധിക്കും. ഇവിടുത്തെ ഭാഷ ഒഴിവാക്കിയിട്ട് ഒരു ഹിന്ദി ഭാഷ നമ്മൾ അടിച്ചേൽപ്പിക്കും. ഇന്നൊരു പേടിയുണ്ടാക്കുകയാണ്. ഇങ്ങനൊരു വിജയിക്കാൻ പോകുന്നില്ല, കാരണം കാലം മാറി. ഇങ്ങനൊരു ഭയം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇത്തവണ ഇലക്ഷനിൽ ബംഗാളി നേതൃത്വത്തെ, അത് പ്രത്യേകിച്ചും RSS ബാക്ക്ഗ്രൗണ്ടുള്ള ബംഗാളിയിലുള്ള നേതാക്കന്മാരെ മുഴുവൻ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് മുന്നിൽ നിർത്തുകയും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും സ്മൃതി ഇറാനിയെ സ്ത്രീകളുടെ മുഖമായിട്ട് ബംഗാളി ഭാഷയിൽ, അവർ ബംഗാളി എല്ലാ സ്ഥലങ്ങളിലും ബംഗാളിയിൽ മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. പൊതുവേദികളിലൊക്കെ തന്നെ മീഡിയയോട് പോലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് അവർ ഹിന്ദിയിലാണ് ബംഗാളിയിലാണ് അവർ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നു, ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ബംഗാളല്ലേ, ഞാൻ ബംഗാളിൻ്റെ മകളാണ്, യു ആസ്ക് ബംഗാളി ലാംഗ്വേജ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയുന്നൊരു സ്ഥലം. ശരിക്കും മമതാ ബാനർജിക്കുള്ള ചുട്ട ഒരു മറുപടിയാണ്, ഒരു ബദലാണ് ശരിക്കും സ്മൃതി ഇറാനി എന്ന് നമുക്ക് പറഞ്ഞ് ഉപസംഹരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.